Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Nani, beauty dog. Okay. So just wait. Okay. Second session. Sugana, how are you all? Have you had your lunch? Lunch or lunch? Sugar, ma'am. Okay. Lunch ഒന്നും കഴിച്ചില്ല. ഇതാണ് കറക്റ്റ് ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കണം കേട്ടോ. Okay. Yeah, good afternoon once again. എന്താണ് ക്ലാസ്സിൽ പോവാലോ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാലോ? ഓൾറെഡി എല്ലാവരും ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ടൈപ്സ് ഓഫ് ഡയാലിസിസ് എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നും പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം പഠിച്ചു. ഓക്കെ, ഇനി എന്താണ് ഡയാലിസിസ് സെന്ററിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. സെന്ററിൽ എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണം, അതുപോലെ അതിന്റെ എന്താണ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, സോ അതെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഡയാലിസിസ് സെന്റർ ഞാൻ ഈ പാരഗ്രാഫ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, സോ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഡയാലിസിസ് ചെയ്യുന്ന ഒരു ക്ലിനിക്കാണ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യണോ ഞാനെന്താ ഈ ജസ്റ്റ് ചെറിയൊരു പാരഗ്രാഫ് ഇന്നലെ ഞാൻ പറഞ്ഞാണ്, അറിയണോ? Dialysis center. It's a clinical establishment that treats the patients with a renal failure. Sometimes patients with normal renal functions also need hemodialysis, like patients with some poisoning. The dialysis center may act either or both inpatients and outpatients, relying on the medical facility type, and may provide self-dialysis training and for peritoneal dialysis besides to hemodialysis. Oh, dialysis, renal failure, kidney failure ആണ് ട്ടോ. Renal means kidney തന്നെയാണ്, kidney failure ആണ്. So kidney failure ആയ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. It's a clinic. Okay, clinical establishment ആണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. സോ നോർമലി ഫങ്ഷൻ ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നോർമലി കിഡ്നി ഫങ്ഷൻ ചെയ്യുന്ന ഒരു പേഷ്യന്റിന് നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യാറുണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ അത് പോയിസൺ ആയ ഒരു വ്യക്തിക്കായിരിക്കും നമ്മൾ ചെയ്യാം. പോയിസൺ ആയി കഴിഞ്ഞാൽ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ ആ പേഷ്യൻസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യും എന്താണ് ഹീമോഡയാലിസിസ് ചെയ്യാനായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. ഹലോ മാം, എനിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ അഡ്വാൻറ്റേജ് ഓഫ് ബെനിഫിറ്റ് ഇല്ലേ, അതിന് ഒരു 5 പോയിന്റ് ഇല്ലേ, അത് ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ മാം? ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു തരണേ. ലാസ്റ്റ് 5 പോയിന്റ് അഡ്വാൻറ്റേജ് ഓഫ് ബെനിഫിറ്റ് 5 പോയിന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തരണേ, മറക്കല്ലേ. കഴിയുമ്പോ നമുക്ക് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാം കേട്ടോ, ഞാൻ പറയാം. അപ്പൊ അതുവരെ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഓക്കെ മാം. ഓക്കെ, അപ്പോ എന്താണ് അപ്പൊ പേഷ്യൻസിന് അല്ല നോർമലി കിഡ്നി ഫങ്ഷൻ ചെയ്യുന്ന പേഷ്യൻസിന് നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യുന്ന അവർ എപ്പോഴെങ്കിലും പോയിസൺ ആയാൽ മാത്രമാണ് കേട്ടോ. സോ ദെൻ നമുക്കിത് ഇൻപേഷ്യന്റിന് വേണ്ടി ഔട്ട് പേഷ്യന്റിന് വേണ്ടി ഈ സെന്റർ നമ്മുടെ സെന്ററിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും അവരുടെ മെഡിക്കൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഈ സെന്റർ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പെരിറ്റോണിയൽ ഡയാലിസിസ് എടുത്ത ടൈമിൽ ഞാൻ പറഞ്ഞു അവർക്ക് ട്രെയിനിങ് കൊടുക്കും. പെരിറ്റോണിയൽ ഡയാലിസിസ് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ഒരു ഡയാലിസിസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ സെന്റേഴ്സ് ട്രെയിനിങ്ങും അവർക്ക് കൊടുക്കുന്നുണ്ട്. സോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് മെയിൻ പ്രൊവൈഡ്സ് ഡയാലിസിസ് ട്രെയിനിങ് ഒരു കൊടുക്കുന്നുണ്ട്. അതാണ് എന്താ ഡയാലിസിസ് സെന്റേഴ്സിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. സോ ഇനി നെക്സ്റ്റ് എന്തൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സ് ആണ്. അതായത് ആ ഡയാലിസിസ് സെന്ററിൽ വേണ്ട അവരുടെ എന്താണ് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പറയുന്ന ഒരു ക്ലിനിക്കിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് അതാണ് കേട്ടോ നെക്സ്റ്റ് പറയുന്നത്.
Okay, the first point is the dialysis area should be provided with a air conditioning. Air conditioning ആയിരിക്കണം. Okay, അതായത് dialysis ചെയ്യുന്ന ആ ഒരു area, the dialysis area, okay, the dialysis ചെയ്യുന്ന area should be provided with the air conditioning. Air conditioner ആയിരിക്കണം. Then each machine should be at the center of an adequate area to permit easy movement of personnel and resuscitation equipment whenever needed. അതായത് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് ഡയാലിസിസ് ചെയ്യുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയില് എല്ലാ പറയുന്ന എല്ലാവർക്കും ആ ടൈമിൽ ആവശ്യമായി വരുന്ന എന്താണ്? ഗുഡ് ആഫ്റ്റർനൂൺ പ്രസീത, എല്ലാവരും കറക്റ്റ് ടൈമിൽ ജോലി ചെയ്യാൻ നോക്കാം കേട്ടോ, ലേറ്റ് ആകരുത്. ക്ലാസ് നമ്മൾ ടൈമിൽ ക്ലാസ് എടുത്ത് പോകും. സോ മാക്സിമം കറക്റ്റ് ടൈമിൽ വരാൻ നോക്കാം കേട്ടോ, ജോലി ചെയ്യാൻ. ഓക്കെ, അപ്പോ പറഞ്ഞു വന്നത് സെക്കൻഡ് പോയിന്റ് ആണ്. അതായത് ഏതൊരു മെഷീൻ ആയിക്കോട്ടെ, അപ്പൊ ഡയാലിസിസ് സമയത്ത് അല്ലെങ്കിൽ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആ ടൈമില് നമുക്ക് മെഷീൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റാഫിന്റെ ഹെൽപ്പ് ആയിക്കോട്ടെ എല്ലാം ആവശ്യമായിട്ട് വരും. സോ ഇതെല്ലാം ഈ പറയുന്ന അഡിക്വന്റ് ഏരിയ മീൻസ് മതിയായ ആ ഒരു പ്ലേസിൽ എല്ലാം ഉണ്ടായിരിക്കണം എന്നാണ്. സെന്ററിലായിട്ട് അല്ലെങ്കിൽ നമുക്ക് പേഷ്യൻസ് പേഴ്സണൽ സ്റ്റാഫിനാണെങ്കിലും മൂവ് ചെയ്യാനും ഈസിലി മൂവ് ചെയ്യാനും പറ്റണം. അതുപോലെ എന്തെങ്കിലും ഇപ്പോ റെസിസ്റ്റേഷൻ എക്യുപ്മെന്റ്സ്, റെസിസ്റ്റേഷൻ കിറ്റ് നമുക്ക് എമർജൻസി ആയിട്ട് ആവശ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രൊസീജിയർ ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന കുറച്ച് എക്യുപ്മെന്റ്സ് ആണ് കേട്ടോ ഈ റെസിസ്റ്റേഷൻ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. സോ ആ എക്യുപ്മെന്റ് ആവശ്യമായി വരുന്ന സമയത്തും നമുക്ക് ഇതെല്ലാം എടുക്കാനും ഈ പറയുന്ന പേഴ്സണൽ അതായത് സ്റ്റാഫ്സിന് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരു മതിയായ സ്ഥലം അവിടെ ഉണ്ടായിരിക്കണം. ഏരിയ ടു പെർമിറ്റ് സമ്മതം, അവർക്ക് സമ്മതമല്ല, അവർക്ക് അങ്ങനെ മൂവ് ചെയ്യാനും ഈ പറയുന്ന മെഷീൻസിനെ ആണെങ്കിലും അല്ലെങ്കിൽ പറയുന്ന എക്യുപ്മെന്റ്സ് എടുക്കാനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെങ്കിൽ അത്രയും ഒരു സ്പേസ് നമുക്കവിടെ ആവശ്യമായിരിക്കണം. എല്ലാം കറക്റ്റ് ആയിട്ട് അവർക്ക് സ്പേസിൽ ഇരിക്കുകയും വേണം, അതുപോലെ മൂവ് ചെയ്യാനുള്ള സ്പേസും ഉണ്ടായിരിക്കണം. ക്ലിയർ? അതാണ് the second part. Each machine should be at the center of an adequate area. എല്ലാ മെഷീനും കറക്റ്റ് ഈ പറയുന്ന സെന്ററിൽ തന്നെ ഉണ്ടാവുകയും വേണം. അതുപോലെ തന്നെ പേഷ്യൻസ് മൂവ് ചെയ്യാനുള്ള സ്പേസും പിന്നെ റെസിസ്റ്റേഷൻ എക്യുപ്മെന്റ് എടുക്കാനുള്ള ഒരു പറയുന്ന ഒരു സ്പേസും എല്ലാം കൂടെ അങ്ങനെ ഒരു സൗകര്യം ഈ പറയുന്ന ഡയാലിസിസ് ഏരിയയിൽ സെന്ററിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അതായത് ഭയങ്കര ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ റെസിസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് മലയാളം എന്ന് പറയുകയാണെങ്കിൽ പുനരുത്തേജന ഉപകരണങ്ങൾ എന്നാണ് പറയുന്നത് മലയാളം. ഓക്കെ, ഒക്കെ മലയാളം തന്നെയാണ്. പുനരുത്തേജന ഉപകരണങ്ങൾ എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ട്രീറ്റ്മെന്റിൽ നിന്ന് നമ്മൾ ആവശ്യമായിട്ട് വരുന്ന കുറച്ച് എക്യുപ്മെന്റ്സ് ആണ്. കുറച്ച് ഇപ്പോ എങ്ങനെ പറയാ, നമുക്ക് നമ്മുടെ മാസ്ക്, വാൽവ് മാസ്ക്, അങ്ങനെ ഓക്സിജൻ സപ്ലൈസ്, പിന്നെ ഓക്സിജൻ മാസ്ക്, എയർവേ അഡ്ജസ്റ്റർ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കുറച്ച് എന്താണ് കുറച്ച് എമർജൻസി ആയിട്ട് നമുക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ആണ് ഈ റെസിസ്റ്റേഷൻ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? മനസ്സിലായോ? എന്തെങ്കിലും സപ്പോസ് എന്തെങ്കിലും ടൈമില് കാർഡിയക് അറസ്റ്റോ ഗ്ലാസ്ബ്രേക്ക് അറസ്റ്റോ എന്തെങ്കിലും എമർജൻസി വരാണെങ്കിൽ യൂസ് ചെയ്യേണ്ട കുറച്ച് എക്യുപ്മെന്റ്സ് ആണ് അത്. സോ അത് അവിടെ ആവശ്യമായിട്ട് വരും. സോ അതെല്ലാം നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു സൗകര്യം അവിടെ വേണം. മനസ്സിലായോ? ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും, ട്രീറ്റ്മെന്റ് റൂം എങ്ങനെയായിരിക്കണം, അങ്ങനെ മാത്രം ചെയ്യും. ഓക്കെ, എല്ലാ മെഷീൻസും വേണം, എല്ലാ എക്യുപ്മെന്റ്സും വേണം. അതുപോലെ തന്നെ ഡോക്ടേഴ്സിനാണെങ്കിലും സ്റ്റാഫ്സിനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സ്പേസും എല്ലാം വേണം. ചെറിയൊരു ഇടുങ്ങിയ മുറിയിൽ അതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ ആ ഒരു സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. Next, the layout must have facilities for safeguarding the patient's privacy. Layout ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന സെന്റൻസ് പ്ലാൻ ഉണ്ടല്ലോ, ആ ബിൽഡിങ്ങിന്റെ പ്ലാൻ മീൻസ് ആ ഒരു പ്ലാനില് പറയുന്ന പേഷ്യൻസിന്റെ പ്രൈവസി നമ്മൾ ഉറപ്പുവരുത്തണം. ആ പ്രൈവസി ഉള്ള ആ ഒരു തരത്തിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ആ പറയുന്ന ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ സെന്ററിൽ ക്ലിനിക്കിൽ ഉണ്ടായിരിക്കും. Then the fourth one, isolation room. There should be distinct area for dialyzing patients with the conditions that need isolation to guarantee safety to patients and staff in the dialysis room. This area should have a free water supply and drainage facilities. അതായത് ഈ പറയുന്ന സെന്ററിൽ ഈ ക്ലിനിക് സെന്ററിൽ ഒരു
ഐസൊലേഷൻ റൂം ആവശ്യമാണ്. എന്തെങ്കിലും തരത്തിലുള്ള പേഷ്യൻസിന്റെ കണ്ടീഷനിൽ ചേഞ്ചസ് വരികയാണെങ്കിൽ, അതായത് ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന്റെ കണ്ടീഷൻസിൽ മാറ്റങ്ങൾ വരുമല്ലോ, സോ അവരെ ഐസൊലേറ്റ് ചെയ്യേണ്ടതായി വന്നേക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഒരു സെന്ററിൽ ഒരു ഐസൊലേഷൻ റൂം നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അതുപോലെ ആ റൂം ആണെങ്കിൽ അവർക്ക് ഗ്യാരണ്ടി ചെയ്യുക സേഫ്റ്റി പേഷ്യൻസിനും, അതുപോലെ തന്നെ അവിടെ സ്റ്റാഫിനും, ആ ഡയാലിസിസ് റൂമിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആയിക്കോട്ടെ പേഷ്യൻസിനായിക്കോട്ടെ ഗ്യാരണ്ടി അവർ ഉറപ്പുവരുത്തേണ്ടതാണ്. സോ അങ്ങനെ ഐസൊലേഷൻ റൂമും പറയുന്ന സേഫ്റ്റിയും നമുക്ക് ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത്. അതുപോലെ തന്നെ ആ ഏരിയയിൽ ഐസൊലേഷൻ റൂമില് അവിടെ ഫ്രീ വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഡ്രെയിനേജ് ഫെസിലിറ്റീസും ഉണ്ടായിരിക്കണം. ഓക്കെ, and the last point is the dialysis center shall exhibit at signage which shall be in at least 2 languages. അതായത് നമുക്ക് അവിടെ ഈ പറയുന്ന ഡയാലിസിസ് സെന്ററിൽ ഒരു എവിടെയെങ്കിലും ഇപ്പൊ ഹോസ്പിറ്റൽസിലായിക്കോട്ടെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഓരോ സൈനേജ് കാണും. സൈനേജ് മീൻസ് അടയാളങ്ങളാണ് കേട്ടോ. ഓരോ ഇപ്പോ എന്താണ് നമുക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് ഓരോ അടയാളങ്ങൾ കാണല്ലോ. ബോർഡ്, ചെറിയ ചെറിയ ബോർഡ് കാണില്ല അല്ലെ, അത് ഇന്ന റൂമാണ് എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ ഓരോ ബോർഡുകൾ ചെറിയൊരു, അപ്പൊ അത് അവിടെ പ്രദർശിപ്പിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെറിയ സൈനേജുകൾ, അതും 2 ലാംഗ്വേജിലുള്ള സൈനേജുകൾ ഈ ഡയാലിസിസ് സെന്ററിൽ നമ്മൾ എക്സിബിറ്റ് ചെയ്യണം. എക്സിബിറ്റ് മീൻസ് പ്രദർശിപ്പിക്കണം എന്നാ പറയുന്നത്. ആപ്റ്റ് ആയിട്ടുള്ള ഡയാലിസിസ് സെന്റേഴ്സിന് ആപ്റ്റ് ആയിട്ടുള്ള സൈനേജ്, അതൊരു 2 ലാംഗ്വേജിലുള്ള സൈനേജ് അവിടെ പ്രദർശിപ്പിക്കണം എന്നാണ് പറയുന്നത്. എന്താണ് ചോദിച്ചത്? ഡിസ്റ്റിങ്ക്ട് ഏരിയ മീൻസ് വ്യത്യസ്തമായ ഏരിയ എന്നാണ് കേട്ടോ. ഡിസ്റ്റിങ്ക്ട് ഏരിയ, വ്യത്യസ്തമായ ഏരിയ. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്ന സെന്റേഴ്സ് റിക്വയർമെന്റ്സ് ആയിട്ട് ആവശ്യമായിട്ട് വന്നിരിക്കുന്ന ഇത്രയും പോയിന്റ്സ് ആണ്. ഫസ്റ്റ് വൺ എന്താണ്? ഒരു എയർ കണ്ടീഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഏരിയയില് അത്യാവശ്യം സ്പേസ്ഡ് ആയ ഒരു ഏരിയ ആയിരിക്കണം. അതുപോലെ തന്നെ എല്ലാ മെഷീൻസ് ആണെങ്കിലും എല്ലാവരും അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെന്ററിൽ തന്നെ പൊസിഷൻ ചെയ്യണം. ദെൻ പേഴ്സണൽസിന് ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്യുപ്മെന്റ് ഒക്കെ ആവശ്യമായി വരുന്ന സമയത്തായിക്കോട്ടെ ഈ പറയുന്ന പേഴ്സണൽസിന് മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്പേസും പറയുന്ന ഏരിയയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? പേഷ്യൻസിന്റെ പ്രൈവസി ഇമ്പോർട്ടന്റ് ആണ്. സോ പ്രൈവസി ഉള്ള ആ ഒരു ഫെസിലിറ്റീസും എല്ലാവരും നമ്മൾ പറയുന്ന ക്ലിനിക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഐസൊലേഷൻ റൂം വേണം നമ്മൾ ചെയ്യുന്ന സമയത്ത്. ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പേഷ്യൻസ് എന്തെങ്കിലും കണ്ടീഷനിൽ ചേഞ്ചസ് വരാണെങ്കിൽ ഐസൊലേറ്റ് ചെയ്യുന്നതായി വന്നേക്കാം. സോ അങ്ങനെ വ്യത്യസ്തമായ ഒരു ഏരിയ അല്ലെങ്കിൽ ഐസൊലേഷൻ റൂം അവിടെ ആവശ്യമാണ്. ഇപ്പൊ ആ റൂമിൽ തന്നെ സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണ്. പേഷ്യൻസിനായിക്കോട്ടെ അതർ സ്റ്റാഫ്സ് മെമ്പേഴ്സിനായിക്കോട്ടെ അവിടെ സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ആ റൂമിൽ തന്നെ വാട്ടർ സപ്ലൈ വേണം. അതുപോലെ തന്നെ എന്താണ്? ഡ്രെയിനേജ് ഫെസിലിറ്റീസും കൂടെ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. Then the last one is signage, അല്ലെ, ഓരോ സൈനേജ് ബോർഡ്സ് നമുക്ക് അവിടെ നമ്മൾ എക്സിബിറ്റ് ചെയ്യണം. അതും ഡയാലിസിസ് സെന്റേഴ്സിന് ആവശ്യമായ സൈനേജ് ബോർഡ്സ് ആയിരിക്കണം അവിടെ നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നത്. അതും അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജിൽ തന്നെ അത് ചെയ്യേണ്ടതാണ്, ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയോ? മനസ്സിലായോ? Okay, then the next one is the hospital administration must verify. Hospital administration must ആയിട്ടും വെരിഫൈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. 5th one എന്താണ്? സൈനേജ് ബോർഡ്സ്, സൈനേജ് അടയാളങ്ങൾ. അത് നിങ്ങൾക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ ഓരോ അടയാളങ്ങൾ കണ്ടിട്ടില്ലേ? ഓരോ ചെറിയ ചെറിയ മലയാളത്തിലോ ഇംഗ്ലീഷിൽ ചെയ്തിട്ടുള്ള കുറച്ച് ബോർഡ്സ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അത് വായിച്ചിട്ടല്ലേ നമ്മൾ പോകുന്നേ? നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഫസ്റ്റ് ടൈമാണ് ചെല്ലുന്നെങ്കിൽ നമ്മൾ ചോദിച്ചു പോകണമെങ്കിൽ അവിടെ ചെറിയൊരു ബോർഡ്സിനെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് എങ്ങോട്ടേണെങ്കിലും പോകാൻ പറ്റും അല്ലേ? അതിനെയാണ് സൈനേജ് ബോർഡ്സ് അല്ലെങ്കിൽ സൈനേജ് എന്ന് പറയുന്നത്, അടയാളങ്ങൾ എന്നാ പറയുന്നത്. അത് 2 ലാംഗ്വേജിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, എക്സിബിറ്റ് പ്രദർശിപ്പിക്കണം, സൈനേജ് അടയാളം, ആക്ട് എന്താണ്? അനുയോജ്യമായ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. A patient and his or her representatives or relatives has the following rights with regard to the dialysis center. അതായത് പേഷ്യൻസിനും കൂടെ നിൽക്കുന്ന റിലേറ്റീവ്സ് ആയിക്കോട്ടെ റെപ്രസെന്റേറ്റീവ്സ് ആയിക്കോട്ടെ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അവകാശങ്ങളാണ്, അറിഞ്ഞിരിക്കേണ്ടത് അവകാശങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. Provide a sample information about the nature, cause of illness, proposed
investigations and the care, expected results of treatments, likely complications. അതായത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി ഇപ്പോ നമുക്ക് ആരെങ്കിലും ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. സോ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കുകയും ചെയ്യും. ട്രീറ്റ്മെന്റ് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ നമ്മളോട് പേഷ്യൻസിനോട് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. അത് ഒന്നിലെ റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ആളോടോ ചിലപ്പോ പേഷ്യൻസ് ഓക്കെ ആണെങ്കിൽ ഹെൽത്ത് വൈസ് ഓക്കെ ആണെങ്കിൽ പേഷ്യൻസിനോട് സംടൈംസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ആ ടൈമില് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം മീൻസ് ഒരു രോഗി അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരാള് ആളുടെ അല്ലെങ്കിൽ ആ പേഷ്യൻസിന്റെ കണ്ടീഷനെ കുറിച്ചും പറയുന്ന അസുഖത്തെ കുറിച്ചും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കെയർ അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞുള്ള റിസൾട്ട്സ് എങ്ങനെയാണ്, അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, സോ എന്നതിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആർക്ക് കൊടുക്കണം? പേഷ്യൻസിനോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന റെപ്രസെന്റേറ്റീവ്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ആ ഇൻഫർമേഷൻസ് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് അല്ലെ. അവരുടെ രോഗത്തെ കുറിച്ചും ആ രോഗത്തിന്റെ കണ്ടീഷനെ കുറിച്ചും എന്താണ് കറന്റ് സിറ്റുവേഷൻ എന്താണ്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, സോ ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ്, റിസൾട്ട്സ് എന്തൊക്കെയാണ്, ഇതിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും, സോ അതിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും മസ്റ്റ് പ്രൊവൈഡ് ടു പേഷ്യൻസ് ഓർ റെപ്രസെന്റേറ്റീവ്സ് ഓർ റിലേറ്റീവ്സിനോട് അഡ്മിനിസ്ട്രേഷൻ, അതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പറയേണ്ടതാണ്. സോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടി കൂടിയാണ്. Okay. Then the second point, patients has the right ആണ്. നിങ്ങൾ ടെക്സ്റ്റിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷേ സ്ക്രീൻ ഷെയർ എടുക്കുന്നില്ല, നൈറ്റ് എന്നാണ്, റൈറ്റ് ആണ്. Patients has the right to know the bill, so the expected cost of treatment should be discussed before treatment. അതായത് നമുക്ക് എന്തായാലും ഡയാലിസിസ് ചെയ്യണമല്ലോ, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും അല്ലെ. സോ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ എന്താണ് അതൊരു പേഷ്യന്റിന്റെ അവകാശമാണ് ആ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയുന്നത്. സോ അതിന്റെ കോസ്റ്റ് എത്രയാണ്, നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്, ചിലപ്പോൾ കോസ്റ്റ്ലി ആണ്. സോ ഇതിനെ കുറിച്ച് എല്ലാവരും ട്രീറ്റ്മെന്റ് മുന്നായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ അഡ്മിനിസ്ട്രേഷൻ മീൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പേഷ്യൻസ് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട റിലേറ്റീവ്സും റെപ്രസെന്റേറ്റീവ്സുമായിട്ട് പറയുന്ന ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് അതിന്റെ കോസ്റ്റും അതിന്റെ ബില്ലും അതിന്റെ കാര്യങ്ങളെ കുറിച്ച് എല്ലാം ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം അപ്പോ എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ബില്ല് പറഞ്ഞ കാര്യമുണ്ടോ? അങ്ങനെയല്ലല്ലോ, നമ്മൾ മുന്നേ എല്ലാം അറിഞ്ഞിരിക്കണം. നമ്മുടെ എല്ലാത്തിനും ബില്ലിങ്ങിന് നമ്മൾ അത് അറേഞ്ച് ചെയ്യാൻ സമയമുണ്ട്. സോ എല്ലാം അറിഞ്ഞിരിക്കണം, ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. The third one is to inform the consent prior to specific test treatment. അതായത് നമ്മൾ എന്തെങ്കിലും ടെസ്റ്റോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും യൂണിക് ആയിട്ടുള്ള എന്തെങ്കിലും ടെസ്റ്റ് പറയുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ് പറയുകയാണെങ്കിൽ എക്സാമ്പിൾ സർജറി ആയിക്കോട്ടെ, അതിന് മുൻപ് തന്നെ നമ്മൾ അതിന്റെ സമ്മതം വാങ്ങേണ്ടതാണ്. ഓക്കെ, കോൺസെന്റ് മീൻസ് സമ്മതം, സമ്മതം, പ്രയോ മുൻപ്. ഓക്കെ, അപ്പോ ടെസ്റ്റോ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ സർജറിയോ ട്രീറ്റ്മെന്റ്സോ എന്ത് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ സമ്മതം വാങ്ങേണ്ടതാണ്. അറിയാവുന്ന ഒരു കാര്യമാണല്ലോ അല്ലെ. Then to seek second opinion from a proper clinicians of patient's choice with the records and information being provided by treating hospital. അതായത് ഇപ്പോ സെക്കൻഡ് ഒപ്പീനിയൻ ആയിട്ട് രണ്ടാമത് ഒപ്പീനിയൻ ആയിട്ട് തന്നെ പേഷ്യൻസിന് ഇഷ്ടമുള്ള ഒരു ക്ലിനിഷ്യൻ ഉണ്ടാവുമല്ലോ, പേഷ്യന്റിനെ ഇഷ്ടപ്പെട്ട ഒരു ഡോക്ടർ ഉണ്ടാകുമല്ലോ. സോ ആ ഡോക്ടറോട് പേഷ്യൻസിനെ കണ്ടീഷനെ കുറിച്ചും ആ റെക്കോർഡ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്ത ആ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് പേഷ്യന്റ് ഇഷ്ടപ്പെട്ട ഒരു ഡോക്ടറോട് സെക്കൻഡ് ഒപ്പീനിയൻ നമ്മള് ചോദിക്കേണ്ടതാണ്, എന്നെ അന്വേഷിക്കേണ്ടതാണ്. ടു സീക്ക് സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം പ്രോപ്പർ ക്ലിനിഷ്യൻ ഓഫ് പേഷ്യൻസ് ചോയ്സ്. പേഷ്യൻസിന്റെ ചോയ്സ് പ്രകാരം അവർക്ക് അല്ലെ പേഷ്യൻസിന്റെ ചോയ്സ് പ്രകാരമുള്ള ഒരു ക്ലിനിഷ്യനുമായിട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അന്വേഷിക്കണം. എന്തിനാണ്? with the records and information being provided by treating hospital. അവരെ ട്രീറ്റ് ചെയ്ത ഹോസ്പിറ്റൽസ് ഇൻഫർമേഷനും അതുപോലെ റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പേഷ്യൻസിന് ഇഷ്ടമുള്ള ഒരു ക്ലിനിഷ്യനുമായിട്ട്
ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടേണ്ടത് ആവശ്യമാണ്. അത് ആരുടെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ആവശ്യമാണ്. അത് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അത് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് അവിടുത്തെ ട്രീറ്റ്മെന്റ് ഓക്കെ അല്ല എങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എന്തായാലും പോകും. സോ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടത് ആ രോഗി എന്തായാലും ചോദിക്കേണ്ടത് ഡോക്ടറാണ് കൺസൾട്ട് ചെയ്തത്. പേഷ്യൻസ് ഇഷ്ടപ്പെട്ട ചിലപ്പോ ഡോക്ടറിന്റെ കീഴിലേക്ക് നിർദ്ദേശിക്കായിരിക്കും. സോ ആ ഡോക്ടറിനോട് നമ്മൾ സെക്കൻഡ് ഒപ്പീനിയൻ തേടണം. അവരുടെ ട്രീറ്റ്മെന്റിന്റെ പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ അവിടുത്തെ ആ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് റിപ്പോർട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്ന ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അന്വേഷിക്കേണ്ടതാണ്. ക്ലിയർ ആയോ? പോയിന്റ് ക്ലിയർ ആയോ? ഇല്ല. അതായത് ഇപ്പോ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഒരേ ചെയ്ത് പഠിക്കുമല്ലോ. അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റൽ ഒരു അസുഖം വന്നിട്ട് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി. ഇപ്പൊ പ്രഗ്നൻസി എന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. പ്രഗ്നൻസി ഇപ്പോ ഒരു 5 മാസം 6 മാസം വരെ ഒരു ഹോസ്പിറ്റൽ ഒരു ഡോക്ടറെയാണ് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ നമുക്ക് അവിടെ ചിലപ്പോൾ നമ്മള് ഇങ്ങനെ ചിന്തിക്കാലോ, ഒരു 8 മാസം വരെ നമ്മുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ ഒരു 7 മാസം വരെ നമ്മുടെ ഹസ്ബൻഡിന്റെ വീട്ടിലായിരിക്കും. ഹസ്ബൻഡിന്റെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലായിരിക്കും നമ്മൾ കൺസൾട്ട് ചെയ്യും. ഓക്കെ, ഒരു 6 മാസം 7 മാസം വരെ കൺസൾട്ട് ചെയ്യും. പിന്നെ നമ്മൾ 7 മാസം കഴിയുമ്പോൾ എന്തായാലും നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോകും. സോ പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് വേറെ ഹോസ്പിറ്റലായിരിക്കും. ശരിയല്ലേ? വേറെ ഹോസ്പിറ്റലായിരിക്കും. നല്ല ദൂരെയുള്ള വീടൊക്കെ ആണെങ്കിൽ, ഹസ്ബൻഡിനെ വൈഫിന്റെ വീട് കുറച്ച് ഒരുപാട് അകലമൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന അങ്ങനെയാണ്. ഒരു 7 മാസം വരെ ഹസ്ബൻഡിന്റെ വീട്ടിലുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പിന്നീട് നമ്മൾ 7ാം മാസം നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വേറെ ഹോസ്പിറ്റലായിരിക്കും നമ്മൾ കൺസൾട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? പഴയ ഹോസ്പിറ്റൽസ് നമ്മൾ ചെയ്ത റെക്കോർഡ്സും അല്ലെങ്കിൽ ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ട് ഇറങ്ങി പോവാം അല്ലെ? ഇതെല്ലാം എടുത്ത് നമ്മൾ മറ്റൊരു ഡോക്ടർക്ക് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഈ പറയുന്ന എന്തായാലും ഡോക്ടർ നമ്മളോട് ചോദിക്കുമല്ലോ, ഇതിന്റെ സിറ്റുവേഷൻസ് ഫസ്റ്റ് ടൈം കാണുന്നതായത് കൊണ്ട് നമ്മൾ പഴയ റെക്കോർഡ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് പേഷ്യൻസ് നമ്മൾ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അത് ഫസ്റ്റ് പോയിന്റ് ആണ്. അപ്പൊ ഇത് നമ്മൾ വലിയ ഹോസ്പിറ്റലിലേക്കാണ് കൊടുക്കുന്നത്, നമ്മൾ അഡ്മിനിസ്ട്രേഷനെ ഏൽപ്പിക്കും അല്ലെ? റെക്കോർഡ്സ് ഇപ്പൊ നമ്മള് ഡോക്ടർ നേരിട്ട് നമ്മൾ ഡോക്ടറെ ആയിരിക്കും മീറ്റ് ചെയ്യാൻ പോവാം, നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും മീറ്റ് ചെയ്യാം. ആ ടൈമിൽ അവരുടെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ വാങ്ങും. സോ അവര് ചെയ്യുന്ന ഒരു കാര്യം അവർ അന്വേഷിക്കും. എന്താ അന്വേഷിക്കുന്നത്? ആ ഡോക്ടേഴ്സ് എന്താണ് പറഞ്ഞത്, ആ ഡോക്ടേഴ്സിന്റെ റെക്കോർഡ്സ് എന്തൊക്കെയായിരുന്നു. സോ അവർ നമ്മൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ചായിരിക്കും നമ്മൾ പിന്നീട് അവർ ട്രീറ്റ്മെന്റ് നമുക്ക് തരാം. ശരിയാണോ? മനസ്സിലായില്ലേ? അങ്ങനെയല്ലേ? വേറൊരാളെ കൺസൾട്ട് ചെയ്താലും ട്രീറ്റ്മെന്റ് ചെയ്ത ഒരു പേഷ്യന്റ് വേറെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് പോകുമ്പോൾ ആ പഴയ ഡോക്ടറിന്റെ ഒപ്പീനിയൻ നമ്മൾ അന്വേഷിക്കും. എന്തായിരുന്നു റെക്കോർഡ്സ് എന്താണെന്നൊക്കെ ചെക്ക് ചെയ്ത് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യും. അതാണ് ആ പോയിന്റ്. അതെല്ലാം ചെയ്യേണ്ടത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ആണ് അതെല്ലാം വെരിഫൈ ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് 4th one. അതാണ്. ആൻഡ് 5th one is to keep privacy, human dignity during treatment. ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് പേഷ്യൻസിന്റെ പ്രൈവസിയും ഡിഗ്നിറ്റിയും നമ്മൾ സീക്രട്ട് ആയിട്ടായിരിക്കും. Then 6th one, to not discrimination about treatment and behavior on the basis of disease like HIV. ഇപ്പോ HIV ഉള്ള പേഷ്യൻസിന് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു തരത്തിലുള്ള ഒരു വിവേചനം നമ്മൾ കാണിക്കാൻ പാടില്ല. ഓക്കെ, അത് വിവേചനം ആയിക്കോട്ടെ, ബിഹേവിയർ ആയിക്കോട്ടെ, അങ്ങനെ കാര്യങ്ങളൊന്നും അങ്ങനെ കാണിക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ ആരായിക്കോട്ടെ അത് ചെയ്യാൻ പാടില്ല. Then to try to find a redressal in the case of grievances based on services provided by the establishment. അതായത് to try to find redressal means പരിഹാരമാണ് കേട്ടോ. redressal means പരിഹാരം, സൊല്യൂഷൻ. ഓക്കെ, എന്തെങ്കിലും തരത്തിലുള്ള പരാതിയോ, ഗ്രീവൻസ് എന്താണ്? ഗ്രീവൻസ് പരാതിയാണ്. ഗ്രീവൻസ് പരാതി, redressal ഒരു സൊല്യൂഷൻ, ഇത് പരിഹാരം. ഓക്കെ, സോ എന്തെങ്കിലും തരത്തിലുള്ള അവരുടെ സർവീസ് ആയിട്ടോ അല്ലെങ്കിൽ പറയുന്ന ക്ലിനിക്കുമായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള പരാതിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കംപ്ലൈൻസോ ഉണ്ടെങ്കിൽ അത് സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് പറയുന്ന അഡ്മിനിസ്ട്രേഷനാണ്. സോൾവ് ചെയ്ത് കൊടുക്കേണ്ടത് അഡ്മിനിസ്ട്രേഷനാണ്. To try to find to try to find a solution in case of grievance. എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യേണ്ടതും സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് അഡ്മിനിസ്ട്രേഷനാണ്.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷന്റെ മസ്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യേണ്ട കുറച്ച് കാര്യം. ക്ലിയർ? ഈ 7 പോയിന്റ്സും ക്ലിയർ ആയോ? മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കി. ഇത്രയും പേരൊന്ന് വായിച്ചു നോക്കി എല്ലാവരും. വായിക്കോട്ടോ. വായിച്ചതിന് ശേഷം പറയണേ. ഡയാലിസിസ് സെന്റർ തുടങ്ങി അഡ്മിനിസ്ട്രേഷൻ വരെ വായിച്ചു. ഓക്കെ? Okay, is it finished? Okay. ഏതായിരുന്നു ഫസ്റ്റ് ഏതായിരുന്നു ഫസ്റ്റ് പോയിന്റ്? അഡ്മിനിസ്ട്രേഷന്റെ ആണോ ഫസ്റ്റ് പോയിന്റ് പറയേണ്ടത്? ആശ ആണോ? റെസ്പോൺസ് ഇല്ലല്ലോ. Hospital administration must verify. അതെ, okay. Provide sample information about provide the information about the nature, cause of illness, proposed
അതായത് പേഷ്യൻസിന്റെ രോഗത്തിന്റെ അവസ്ഥ എന്താണ്, നേച്ചർ, നേച്ചർ ആ രോഗത്തിന്റെ അവസ്ഥ എന്താണെന്നും ആ രോഗത്തിനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള കെയർ ആണ് കൊടുക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയായിരുന്നു, കെയർ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, ട്രീറ്റ്മെന്റിന് ശേഷം കിട്ടുന്ന റിസൾട്ട്സ് എന്തൊക്കെയാണ്, അതുപോലെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ. സോ അതായത് രോഗത്തെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യേണ്ടത് അതും രോഗിക്കോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ റെപ്രസെന്റേറ്റീവ്സിനോ ഈ പറയുന്ന എല്ലാ ഇൻഫർമേഷൻസും പറഞ്ഞു കൊടുക്കേണ്ടത് അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. സോ അതെല്ലാം അവർക്ക് എല്ലാ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതായത് രോഗത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? മറ്റേതും ക്ലിയർ അല്ലേ? വായിച്ചിട്ട് മനസ്സിലായോ? ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ. ഓക്കെ. Then the next portion or next point, patient's responsibilities ആണ് കേട്ടോ. പേഷ്യൻസിന് എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങളുള്ളത്? പ്രൊവൈഡ് ഇൻഫർമേഷൻ. രോഗത്തെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും പേഷ്യൻസ് പറയണം. അതായത് പറയില്ലേ, ഡോക്ടറോടും വക്കീലോടും കള്ളം പറയുന്നത് പറയില്ലേ, അതായത് നമ്മൾ എല്ലാം കറക്റ്റ്ലി എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ രോഗത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻസും എല്ലാം പറഞ്ഞു കൊടുക്കാം. ഓക്കെ. Then associate with doctors in the course of examination or treatment. ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ പരിശോധിക്കുന്ന സമയത്താണ് എക്സാമിനേഷൻ ഉദ്ദേശിക്കുന്ന ട്രീറ്റ്മെന്റ് ഒക്കെയാണ് കേട്ടോ, പ്രൊസീജിയർ ഉദ്ദേശിക്കുന്നത്. അതിപ്പോ സർജറി ആയിക്കോട്ടെ, ട്രീറ്റ്മെന്റ് നടക്കുന്ന ഒരു ടൈം പീരീഡ് ആയിക്കോട്ടെ, ആ എല്ലാ സമയത്തും ഡോക്ടറായിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്യാം. അസോസിയേറ്റ് ചെയ്യാൻ മീൻസ് കോപ്പറേറ്റ് ചെയ്യും. അബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ്, എല്ലാ ഇൻസ്ട്രക്ഷൻസും നമ്മൾ പാലിക്കുക. ഇതൊക്കെ പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസും നമ്മൾ പാലിക്കണം. പേ ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഫീസ് ഓൺ ടൈം, കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റൽസിന്റെ പേ അല്ലെ ക്യാഷ് പേ ചെയ്യണം. കറക്റ്റ് ടൈമിലെത്തി ഓൺ ടൈം. റെസ്പെക്ട് ability ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്സ്. ഡോക്ടേഴ്സിനെ ആയിക്കോട്ടെ ഹോസ്പിറ്റൽ സ്റ്റാഫ്സിനെ ആയിക്കോട്ടെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, റെസ്പെക്ട് ability മീൻസ് ഓണസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഇതെല്ലാം എന്താണ് പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അല്ല എല്ലാ ഇൻഫർമേഷൻ രോഗത്തെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യുക, ഡോക്ടേഴ്സ് ആയിട്ട് കോപ്പറേറ്റ് ചെയ്യുക, ട്രീറ്റ്മെന്റ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദ ട്രീറ്റ്മെന്റ് ആൻഡ് ഓൾ ദ ഇൻസ്ട്രക്ഷൻ വി മസ്റ്റ് അബൈഡ്. എല്ലാ ഇൻസ്ട്രക്ഷൻസും രോഗികള് പേഷ്യൻസും പാലിക്കേണ്ടതാണ്. ആൻഡ് പേ ദ ഹോസ്പിറ്റൽസ് ബിൽസ് ഓൺ ടൈം. ബിൽസ് ആണെങ്കിലും എന്താണെങ്കിലും പേ ചെയ്യണം അല്ലെ, കറക്റ്റ് ടൈമിൽ പേ ചെയ്യണം. Then respect all doctors and other hospital staff. These are the responsibilities of the patient. Okay, and the next one is job responsibilities of a dialysis coordinator. Dialysis coordinators in responsibilities എന്തൊക്കെയാണെന്നാണ് ട്ടോ. Make sure that the clinical team provides the highest level of care to the patients by taking care of their safety, comfort and well-being. അതായത് ക്ലിനിക്കൽ ടീം പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഹൈയസ്റ്റ് ലെവൽ ഓഫ് കെയർ കൊടുക്കുന്നുണ്ടോ, അങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടോ, അവരുടെ സേഫ്റ്റി അല്ലെങ്കിൽ കംഫർട്ട് ഇതെല്ലാം ഉറപ്പുവരുത്തുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. ഇതെല്ലാം മെക്ക് ഷുവർ ചെയ്യാം, ഉറപ്പുവരുത്താം. ആരാണ് ഉറപ്പുവരുത്തേണ്ടത്? പറയുന്ന കോർഡിനേറ്റർ ആണ്, ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് ഇതെല്ലാം ഉറപ്പുവരുത്തേണ്ടത്. ഓക്കെ, അതായത് പേഷ്യൻസ് കംഫർട്ട് ആണോ, പേഷ്യൻസിന് നല്ല രീതിയിലുള്ള കെയറും ട്രീറ്റ്മെന്റും എല്ലാം കിട്ടുന്നുണ്ടോ, സേഫ് ആണോ. സോ ഇതെല്ലാരും ചെക്ക് ചെയ്ത് മെക്ക് ഷുവർ ചെയ്യേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. And the second one, examines and solves problems that fall outside of the domain of the nurse, clinician, concerning patients' care and management and associate with the other departments and the care providers. ഈ സെന്റൻസ് കേൾക്കുമ്പോൾ എന്നെ പേടിക്കണ്ടോ, കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ ഒരുപാടുണ്ടെന്ന് നോക്കില്ല. അതായത് നഴ്സിംഗ് ആയിക്കോട്ടെ ക്ലിനിഷ്യന്റെ ആയിക്കോട്ടെ അധികാരി അല്ലെങ്കിൽ ആ ഒരു പരിധിക്കപ്പുറമുള്ള കാര്യങ്ങൾ അല്ലെ, അവർക്ക് എല്ലാവർക്കും ഒരു ലിമിറ്റ് ഉണ്ട്. എന്ത് കാര്യത്തിനാണെങ്കിലും ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് മീൻസ് ഒരു പരിധി ഉണ്ടല്ലോ എല്ലാത്തിനും. നേഴ്സ് ആയിക്കോട്ടെ ക്ലിനിഷ്യൻ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഡോക്ടർ, ഒരു ആസ് എ ഡോക്ടർ ആകാം, തെറാപ്പിസ്റ്റ് ആകാം, അല്ലെങ്കിൽ മെഡിക്കൽ എന്താണ് പറയുന്ന മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് ആകാം. അങ്ങനെ കൈൻഡ് ഓഫ് ആൾക്കാരെ ഉദ്ദേശിക്കുന്ന ഒരു പേരാണ് ക്ലിനിഷ്യൻ എന്ന് പറയുന്നത്. ആ ഡൗട്ടിനെ ആക്കുന്നുണ്ട്. ഡോക്ടർ ആകാം, ആരും ആകാം.
ഓക്കെ, അപ്പോൾ ക്ലിനിഷ്യൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നേഴ്സ് ആയിക്കോട്ടെ അവരുടെ അധികാര പരിധിക്കപ്പുറമുള്ള അല്ലെങ്കിൽ അവരുടെ പരിധിക്കപ്പുറമുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടതും എക്സാമിൻ മീൻസ് പരിശോധിക്കേണ്ടതും ആ പ്രോബ്ലംസ് എന്തൊക്കെയാണ് സോൾവ് ചെയ്യുന്നത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൺസേണിങ് പേഷ്യന്റ് കെയർ, പേഷ്യൻസിന്റെ കെയറുമായിട്ടും മാനേജ്മെന്റുമായിട്ടും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെയും അതുപോലെ തന്നെ കെയർ കൊടുക്കുന്നവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതൊക്കെ അവരുടെ പരിധിക്കപ്പുറമുള്ള കാര്യങ്ങളാണ് അല്ലെ. നഴ്സിന്റെ ആയിക്കോട്ടെ ക്ലിനിഷ്യന്റെ ആയിക്കോട്ടെ പരിധിക്കപ്പുറമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതിന്റെ മാനേജ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, പേഷ്യൻസിന്റെ കെയർ ആയിക്കോട്ടെ, പിന്നെ അതർ ഡിപ്പാർട്ട്മെന്റ്സിന്റെ കാര്യമായിക്കോട്ടെ, കെയർ കൊടുക്കുന്നവരായിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്ക് എന്തെങ്കിലും പരാതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിശോധിക്കേണ്ടതും അതെല്ലാം സോൾവ് ചെയ്യേണ്ടതും ഡയാലിസിസ് കോർഡിനേറ്റേഴ്സ് ആണ്. ഓക്കെ, അതായത് എല്ലാവരുടെ പ്രശ്നങ്ങൾ എല്ലാവരും പരിഹരിക്കേണ്ടത് പറയുന്ന ആളാണ്, കോർഡിനേറ്റേഴ്സ് ആണ്. അതായത് ഡയാലിസിസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡയാലിസിസ് ക്ലിനിക്കുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും അത് സ്റ്റാഫിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള പരാതികളാണെങ്കിലും എല്ലാം സോൾവ് ചെയ്യേണ്ടത് ഈ പറയുന്ന ഒരു കോർഡിനേറ്റർ ആണ്. ക്ലിയർ ആയോ? 2 പോയിന്റ് മനസ്സിലായോ? യെസ്. ഓക്കെ. Gather, access, screen and respond to a wide range of requests for information from patients and other staff who represent different levels of the organization. അതായത് gather എന്താണ്? കളക്ട് ചെയ്യുക, ശേഖരിക്കുക. Access എന്താണ്? വിലയിരുത്തുക. സ്ക്രീൻ എന്താണ്? സ്ക്രീൻ ചെയ്യുക, നോട്ട് ചെയ്യുക എന്ന് പറയാൻ. ആൻഡ് റെസ്പോണ്ട് പ്രതികരിക്കുക. ടു വൈഡ് റേഞ്ച് ഓഫ് റിക്വസ്റ്റ്, ഒരുപാട് റിക്വസ്റ്റ് വരുമല്ലോ പേഷ്യൻസ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ അതുപോലെ എന്തെങ്കിലും സ്റ്റാഫ്സ് ആയിക്കോട്ടെ, വർക്ക് ചെയ്യുന്ന സ്റ്റാഫുമായിട്ടോ അല്ലെങ്കിൽ അതർ സ്റ്റാഫ് റെപ്രസെന്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷനിൽ പല ഡിപ്പാർട്ട്മെന്റിലും പല രീതിയിൽ ഒരുപാട് സ്റ്റാഫ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഏതൊരു ഓർഗനൈസേഷനും ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാകും. ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും ഒരുപാട് സ്റ്റാഫ്സ് വർക്ക് ചെയ്യുന്നുണ്ടാകും. സോ ആ സ്റ്റാഫ്സിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പേഷ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസിന് ആയിക്കോട്ടെ ഇവരുടെ ഒരുപാട് എന്തെങ്കിലും റിക്വസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ റിക്വസ്റ്റ് ആയിക്കോട്ടെ എല്ലാം ഉണ്ടാകും. സോ ഇതെല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യേണ്ടതും അതെല്ലാം കളക്ട് ചെയ്യുക അതുപോലെ വിലയിരുത്തേണ്ടതും ഈ പറയുന്ന കോർഡിനേറ്റേഴ്സ് ആണ്. ഓക്കെ, പരാതിയും വിഭവങ്ങളും പരിഹരിക്കാം. അതുപോലെ എല്ലാ വരുന്ന ഇൻഫർമേഷൻ ആയിക്കോട്ടെ റിക്വസ്റ്റ് ആയിക്കോട്ടെ എന്തായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ എല്ലാത്തിനും ആൻസർ ചെയ്യേണ്ടതും പറയുന്ന കോർഡിനേറ്റേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ? And the next point helps in the development and implementation of the discharge plans, including apps, community services. അതായത് ഇപ്പോ എന്തെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെന്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മള് നടപ്പിലാക്കാം. അപ്പോ ഡെവലപ്മെന്റ്സ് ആയിക്കോട്ടെ എന്തെങ്കിലും നടപ്പിലാക്കുക ഒരു ഇംപ്ലിമെന്റേഷനോ അല്ലെങ്കിൽ ഡിസ്ചാർജ് പ്ലാനുമായി ബന്ധപ്പെട്ട ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് ഹെൽപ്പ് ചെയ്യേണ്ടത് കോർഡിനേറ്റേഴ്സ് ആണ്. ഓക്കെ, ഇൻക്ലൂഡിംഗ് ആപ്റ്റ് കമ്മ്യൂണിറ്റി സർവീസ്. കമ്മ്യൂണിറ്റി സർവീസിന് ആപ്റ്റായ രീതിയിലുള്ള ആപ്റ്റായ രീതിയിൽ തന്നെ അത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ ഇംപ്ലിമെന്റേഷൻ ആയിക്കോട്ടെ ഡെവലപ്മെന്റ്സ് ആയിക്കോട്ടെ എല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത് കോർഡിനേറ്റേഴ്സ് ആണ്. Then assist with the insurance issues required to get outpatient dialysis services through communication with the facilities verification process. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ ബില്ല് പേ ചെയ്യുമ്പോൾ അറിയാതെ ഇൻഷുറൻസ് എന്തെങ്കിലും തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന്റെ വെരിഫിക്കേഷൻ പ്രോസസ് ആണെങ്കിലും സോ അതുമായി ബന്ധപ്പെട്ട എന്ത് ഹെൽപ്സിന് വേണമെങ്കിലും നമ്മൾ അസിസ്റ്റ് ചെയ്യാം അല്ലെ. പേഷ്യൻസിന് നമ്മൾ ഈ പറയുന്ന കോർഡിനേറ്റേഴ്സ് അസിസ്റ്റ് ചെയ്യണം. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവരുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട അവര് പേഷ്യൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോസസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്യേണ്ടതും വെരിഫിക്കേഷൻ ചെയ്യേണ്ടതും പറയുന്ന കോർഡിനേറ്റേഴ്സ് ആണ്. അസിസ്റ്റ് ചെയ്യാം അവരെ, അതിനുവേണ്ടി ഒരു ഹെൽപ്പ് സഹായം അസിസ്റ്റ് ചെയ്യാം. ലിങ്ക് in contact with a multi
Yeah, multidisciplinary healthcare team in a, just wait a second. Okay. So the next point, contact with a multidisciplinary healthcare team in a purposeful, goal-directed fashion works according to maximize the effectiveness of resource utilization. അതായത് നമ്മുടെ ഇപ്പൊ ഈ പറയുന്ന സെന്റേഴ്സ് ആയിക്കോട്ടെ ക്ലിനിക് ആയിക്കോട്ടെ നമ്മൾ അത് അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും തരത്തില് പറയുന്ന പോലെ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വേണം. സോ എന്താ ചെയ്യാം, കോണ്ടാക്ട് ചെയ്യാം, മൾട്ടി സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ സെന്റേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളോ അതെല്ലാം നമ്മൾ എന്താണ് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക, മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാം, ഉപയോഗിക്കാൻ നോക്കാം. അത് നല്ല രീതിയിൽ ആ ഒരു സെന്റർ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡെവലപ്മെന്റ്സോ കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. സോ അങ്ങനെ ഡെവലപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യുക. മറ്റ് ഡിസ്പെൻസറി ഹെൽത്ത് കെയർ അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല. സോ ആ കൈൻഡ് ഓഫ് ഹെൽത്ത് കെയർ ആയിട്ട് കോൺടാക്ട് ചെയ്ത് എന്തൊക്കെ തരത്തിലുള്ള ആവശ്യങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് ഇംപ്ലിമെന്റേഷനോ അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് ആവശ്യമായിട്ട് അതുമായി കോൺടാക്ട് ചെയ്തത് അതെല്ലാം എന്താണ് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. പറയുന്ന എല്ലാ സോഴ്സുകളും നമ്മുടെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, വിനിയോഗിക്കാം. യൂട്ടിലൈസേഷൻ മീൻസ് വിനിയോഗിക്കാം. ഇതെല്ലാം ചെയ്യേണ്ടത് പറയുന്ന കോർഡിനേറ്റേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, and the next one, help in establishing transportation of the patient to from the dialysis facility. അതായത് പേഷ്യൻസിന്റെ ട്രാൻസ്പോർട്ടേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോണല്ലോ അല്ലെ, ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ വേണം. സോ അങ്ങനത്തെ ട്രാൻസ്പോർട്ടേഷനും കാര്യത്തിനും വേണ്ടി ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അതും ചെയ്യേണ്ടത് കോർഡിനേറ്റേഴ്സ് ആണ്. Then monitors records and updates information. അവരുടെ പേഷ്യൻസിന്റെ ആണെങ്കിൽ എല്ലാത്തെ മാനേജ്മെന്റ് ആയിക്കോട്ടെ എല്ലാ റെക്കോർഡ്സും മോണിറ്റർ ചെയ്യേണ്ടതും ഇൻഫർമേഷൻസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യേണ്ടതും ഈ പറയുന്ന കോർഡിനേറ്റേഴ്സ് ആണ്. And prepare files, retrieves and keep records and the documents from department field systems. ഡിപ്പാർട്ട്മെന്റ്സ് ഒരുപാട്
ഡിപ്പാർട്ട്മെന്റ്സിൽ എല്ലാത്തിന്റെയും റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുക, റിട്രീവ് ചെയ്യുക. റിട്രീവ് മീൻസ് വീണ്ടെടുക്കുക. അതുപോലെ തന്നെ സൂക്ഷിച്ചു വെക്കുക. ഓരോ ഡോക്യുമെന്റ്സ് ആയിട്ടും സൂക്ഷിച്ചു വെക്കുക. ആ സിസ്റ്റത്തിൽ ഫിൽ ചെയ്യേണ്ടതും ഈ പറയുന്ന കോർഡിനേറ്റേഴ്സ് ആണ്. അറ്റൻഡ് daily rounds meetings to discuss the schedule, patients' requirements, and continue improvements of all reminders. Daily rounds meetings attend ചെയ്യുന്നതും ഡിസ്കഷനിൽ മീറ്റിംഗ്സോ ഡിസ്കഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഷെഡ്യൂൾസ് ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ പേഷ്യൻസിന് എന്തെങ്കിലും റിക്വയർമെന്റ്സോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മീറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡെയിലി റൗണ്ട്സ് ആയിക്കോട്ടെ, ഡിസ്കഷൻ ആയിക്കോട്ടെ, എല്ലാത്തിലും അറ്റൻഡ് ചെയ്യേണ്ടതും ആവശ്യമാണ്. പറയുന്ന കോർഡിനേറ്റേഴ്സ് എല്ലാം അറ്റൻഡ് ചെയ്തിരിക്കണം. അതുപോലെ ഇംപ്രൂവ്മെന്റ് എഫോർട്സ് റിമൈൻഡേഴ്സ്, ഇപ്പോ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും റിമൈൻഡ് ചെയ്യാനാണെങ്കിൽ അതെല്ലാം ചെയ്യേണ്ടത് കോർഡിനേറ്റേഴ്സ് ആണ്. സോ ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ആണ് കോർഡിനേറ്റേഴ്സിനുള്ളത്. ആർക്കാണ്? ഡയാലിസിസ് കോർഡിനേറ്റേഴ്സ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. ഓക്കെ, വായിച്ചാൽ കിട്ടുന്ന പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, മനസ്സിലാക്കാവുന്ന മാത്രമേ ഉള്ളൂ. ഈ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ ചിലപ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. താഴെ തന്നിരിക്കുന്നതില് ഡയാലിസിസ് കോർഡിനേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഓക്കെ, സോ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് ചിലപ്പോൾ ഓൾ ഓഫ് ദി അബോവ് ആയിരിക്കും ആൻസർ. എല്ലാ പോയിന്റ്സും ചിലപ്പോൾ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. ഓപ്ഷൻ ചിലപ്പോൾ ഓൾ ഓഫ് ദി അബോവ് ആയിരിക്കും. സോ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. സെയിം പോയിന്റ്സ് തന്നെയായിരിക്കും നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. നിങ്ങൾക്ക് ഇപ്പോ ഓഫീസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ, എത്രത്തോളം ടെക്സ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അല്ലെ വരുന്നത്. അതുകൊണ്ട് ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ കണക്ഷൻ ആയിരിക്കാം. അത് വായിച്ചു നോക്കാം. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വായിച്ചു നോക്കൂ കേട്ടോ. ഓക്കെ, കഴിഞ്ഞോ? ഇനി ഹരിതയുടെ ഡൗട്ട് എന്തായിരുന്നു ചോദിക്കൂ. ഡൗട്ട് ക്ലിയർ ചെയ്യാം. അഡ്വാൻറ്റേജില് ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു ചോദിച്ചേ, ആണോ? ഹരിത പോയോ? മാം, അഡ്വാൻറ്റേജസ് ഓഫ് ബെനിഫിറ്റ്സിന്റെ 1 പോയിന്റ്, അഡ്വാൻറ്റേജ് ഓഫ് ബെനിഫിറ്റ്സ് ഓർ ബെനിഫിറ്റ്സ്, അതിൽ 5 പോയിന്റ്. ഞാൻ കഴിഞ്ഞ ക്ലാസ് കേട്ടപ്പോ ഡൗട്ട് വന്നു, അങ്ങനെ ചോദിച്ചതാ മാം. റെക്കോർഡ് ക്ലാസ് കണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അതായത് ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് പോയിന്റ്, കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ്സ് ആസ് പെർ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. പറയുന്ന സമയത്ത് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് അബൈഡ് കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ഡയറ്റീഷ്യൻ. അവൈഡ് എന്ന് പറയുന്നത് പാലിക്കുക എന്നാണ് കേട്ടോ. ഫീലിംഗ് ഒക്കെ എഴുതി വെക്കും, പാലിക്കുക എന്നാണ്. അതായത് ഡയറ്റീഷ്യൻ പറയുന്ന തരത്തിലുള്ള ഒരു ഡയറ്റ് ചാർട്ട് അല്ലെങ്കിൽ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക. അത് നല്ല രീതിയിൽ തന്നെ അത് ഫോളോ ചെയ്ത് കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കുമല്ലോ ഈ പറയുന്ന ഡയറ്റീഷ്യൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. സോ അത് ഫോളോ ചെയ്യാൻ നോക്കാം.
Then get as much physical activity as possible to improve your strength and health. ചെറിയ ചെറിയ കുറച്ച് എക്സസൈസും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് ആയിക്കോട്ടെ ഇതെല്ലാം ഇമ്പ്രൂവ് ആകും. സ്ട്രെങ്ത് ആണെങ്കിലും നമ്മുടെ ഹെൽത്ത് ആണെങ്കിലും കുറച്ച് ഇമ്പ്രൂവ് ആകും. അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആക്ടിവിറ്റീസ് ചെയ്യാം, ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യാം. ഡയാലിസിസിന് ശേഷമാണ് പറയുന്നത്. ചെറിയ എക്സസൈസ് നല്ലതൊക്കെ ചെയ്യാം. Communicate with the dialysis provider and pharmacist about any medication, supplements, or herbal products you are taking or are consider starting. എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻസോ അല്ലെങ്കിൽ നമ്മളിപ്പോ ഡയാലിസിസ് കഴിഞ്ഞ പേഷ്യന്റ് എന്തെങ്കിലും ആഡോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ ഓക്കെ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. മനസ്സിലായി? നമ്മൾ എപ്പോ എനിക്ക് ഡയാലിസിസ് കംപ്ലീറ്റ് കഴിഞ്ഞില്ല, ഡയാലിസിസ് ചെയ്തൊരു പേഷ്യന്റ് ആണെങ്കിൽ എനിക്ക് എന്റെ സ്കിന്നെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ എന്റെ വണ്ണം കുറയ്ക്കണം. അപ്പൊ ഞാൻ ഒരു ടാബ്ലറ്റ് കണ്ടു അല്ലെങ്കിൽ ഒരു അതുമായി ബന്ധപ്പെട്ടൊരു പരസ്യം കണ്ടപ്പോൾ ഞാൻ ഓക്കെ നമുക്ക് ആ ഒരു കഴിച്ചു നോക്കിയാലോ, അല്ലെങ്കിൽ ഞാൻ സപ്ലിമെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെർബൽ പ്രൊഡക്റ്റ് കഴിച്ചു നോക്കിയാലോ എന്ന് തോന്നും. പക്ഷെ അങ്ങനെ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യണം. എനിക്കത് കഴിക്കാൻ പറ്റുമോ, എനിക്കത് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നും ഉണ്ടാവുമോ എന്ന് കൺസൾട്ട് ചെയ്യുക, ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതാണ് കേട്ടോ പറയുന്നത്. Talk with the dialysis team about any anxiety or side effects that you may have. ഡയാലിസിസ് ചെയ്തതിനു ശേഷം നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്ട്സോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തോന്നുവാണെങ്കിൽ ഡയാലിസിസ് ടീമായിട്ട് ഒന്ന് സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരുടെ കാര്യങ്ങളൊന്നും പറയാം. എന്തെങ്കിലും എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, എനിക്ക് പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവരോടൊന്ന് സംസാരിക്കാം. ഇതാണ് പറയുന്ന ഈ 5 പോയിന്റ്സ്. ഓക്കെ മാം. പിന്നെ എനിക്ക് PD ഇല്ല, പെരിറ്റോറിയൽ ഡയാലിസിസ് എന്ന് പറയാമോ മാം? അതിന്റെ ടൈപ്സ് ഓഫ് മത്ത് പറയാമോ? സമയമുണ്ടോ പറയാൻ? ഒന്ന് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ടൈപ്സ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ വയറിൽ ചെയ്യുന്നതാണ്, നമ്മുടെ ബെല്ലിയിൽ ചെയ്യുന്നതാണ് കേട്ടോ. ബെല്ലിയിൽ നമ്മുടെ ഓർഗൻസിനെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. ഒരു ആവരണം ചെയ്തിരിക്കുന്നതിന് പറയുന്ന ഒരു പേരാണ് പെരിറ്റോണിയം. ആ പെരിറ്റോണിയത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്, ഫിൽറ്റർ ചെയ്യുക. ഓക്കെ, ബ്ലഡ് ഫിൽറ്റർ ചെയ്തതിന് പ്യൂരിഫൈ ചെയ്ത് നമ്മൾ റീസെന്റ് ചെയ്യുക. അതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന പെരിറ്റോണിയത്തിന് നമ്മുടെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അതായത് നമ്മുടെ വയറില് അല്ലെങ്കിൽ അബ്ഡോമിനൽ ബെല്ലിയില് ഒരു ചെറിയ സർജറിയിലൂടെ ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ട് ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവും. സർജറി ചെയ്ത് ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് വെക്കും നമ്മുടെ വയറിലാണ് കേട്ടോ. എന്നിട്ട് ആ ട്യൂബിന് കുറച്ച് പോർഷൻ നമ്മുടെ പുറത്തുണ്ടാവും, വയറിനായിട്ട് പുറത്തുണ്ടാകും. എന്നിട്ട് നമുക്ക് ഒരു ഫ്ലൂയിഡ് വാങ്ങാൻ കിട്ടും, ഒരു ബാഗിൽ ഒരു ഫ്ലൂയിഡ് വാങ്ങാൻ കിട്ടും. ആ ഫ്ലൂയിഡ് വാട്ടർ, പിന്നെ സോൾട്ട്, അതുപോലെ വേറെയും കുറച്ച് അഡിറ്റീവ്സുമായി മിക്സ് ചെയ്തൊരു ഫ്ലൂയിഡ് ആണ്. സോ ഈ ഫ്ലൂയിഡ് നമ്മുടെ വയറിൽ ചെയ്തൊരു ട്യൂബ് ഉണ്ടല്ലോ അല്ലെ, കത്തീറ്റർ, ഈ കത്തീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഫ്ലൂയിഡ് ബാഗുമായി കണക്ട് ചെയ്തിട്ട് ഈ ഫ്ലൂയിഡ് നമ്മുടെ വയറിൽ ഫിൽ ചെയ്യും. ഓക്കെ, നമ്മൾ ബെല്ലിയിൽ ഫിൽ ചെയ്തിട്ട് നമുക്ക് പിന്നെ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ബാഗ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പണികളോ കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം ഓൾറെഡി നമ്മുടെ ഫ്ലൂയിഡ് നമ്മുടെ വയറിലുണ്ട്, ഫിൽഡ്. സോ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാം. ഓരോ ബോഡിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര മണിക്കൂർ എടുക്കും, പ്യൂരിഫൈ ചെയ്യാൻ എത്ര മണിക്കൂർ എടുക്കും, ഓരോ ബോഡിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു 8 to 9 hours മാക്സിമം എടുക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് തന്നെ ഈ ബാഗുമായി കണക്ട് ചെയ്തിട്ട് ഈ ഫ്ലൂയിഡ് നമുക്ക് ഈ ബാഗിലേക്ക് ഡ്രെയിൻ ചെയ്യാം. മനസ്സിലായോ? അതോടുകൂടി ഡയാലിസിസ് പ്രോസസ് കംപ്ലീറ്റ് ആയി. നമുക്ക് വീട്ടിൽ ചെയ്യാം, നമുക്ക് സ്വയം ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ഹൈജീനിക് ആയിരിക്കണം എന്ന് മാത്രം. അതുപോലെ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ എനിക്ക് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൽ മെഷീൻ ഒന്നും ആവശ്യമില്ല. ഇനി സെക്കൻഡ് CCPD പറയുന്നത് മെഷീൻ ആവശ്യമാണ്. മെഷീനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം മെഷീൻ ചെയ്തോളും. അത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാക്കി എല്ലാം പ്യൂരിഫൈ ചെയ്യുന്നതും ഫ്ലൂയിഡ് ഫിൽ ചെയ്യുന്നതും ഡ്രെയിൻ ചെയ്യുന്നതും എല്ലാം മെഷീൻ ആയിരിക്കും. നമ്മളൊന്നും ചെയ്യണ്ട. സോ നമുക്ക് ഉറങ്ങിക്കിടക്കുമ്പോഴേ ചെയ്യാൻ പറ്റും. ഇനി IPD പറയുകയാണെങ്കിൽ IPD മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അത് മോസ്റ്റ്ലി വീട്ടിൽ വെച്ച് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല, ഹോസ്പിറ്റലിൽ ചെയ്യുന്നതാണ്. അത് ചിലപ്പോ ദിവസത്തില് ഒരു 4 or 6 പ്രാവശ്യം ഈ ട്രീറ്റ്മെന്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പെരിറ്റോണിയത്തിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ്
പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് വായിച്ചു നോക്കാം, പഠിക്കാം കേട്ടോ. ക്ലിയർ ആയോ? ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ക്ലിയർ ആയല്ലോ? ക്ലാസ് ഓക്കെ അല്ലേ? ഇപ്പൊ സ്പീഡിൽ പറഞ്ഞത് നേരത്തെ ഡൗട്ട് ചോദിച്ചുകൊണ്ടും നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞത്. ബാക്കിയെല്ലാം ഓക്കെ ആണല്ലോ അല്ലെ? നന്നായിട്ട് വായിച്ചു നോക്കൂ കേട്ടോ. വായിച്ചു നോക്കാം. Ma'am, hello. Job responsibilities of dialysis coordinator 6 point link be in contact with the multidisciplinary. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ? ഒന്ന് പറഞ്ഞു തരുമോ അത്? അത് നമ്മുടെ ഇപ്പോ നമുക്കൊരു ഓർഗനൈസേഷൻ, ഇങ്ങനത്തെ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ. ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമുക്ക് ഓൺ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമുക്ക് നമ്മുടെ ബിസിനസ് കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യണം, കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? നമ്മളുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടെ നമ്മുടെ അതേ സെയിം ബിസിനസ് ചെയ്യുന്ന ഒരാളുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യും. നീ എന്തൊക്കെയാണ് ചെയ്തത് അല്ലെ? നിങ്ങൾ എന്തൊക്കെയാണ് ഇംപ്രൂവ് ആകാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സോ നമ്മൾ അതിനെ കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ടായി നമ്മുടെ സ്വന്തം ബിസിനസ് നമ്മൾ ഒന്ന് കുറച്ച് ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക. ശരിയാണോ? അങ്ങനെയല്ലേ നമ്മൾ പൊതുവെ ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇവിടെയും. എന്തൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഇവിടെ ഇപ്പൊ ഡയാലിസിസ് സെന്റർ ആയതുകൊണ്ട് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയറുമായിട്ട് കോൺടാക്ട് ചെയ്യും. അത് എന്തെങ്കിലും തരത്തിൽ ഇംപ്രൂവ്മെന്റ്സ് ആയിക്കോട്ടെ, ഡെവലപ്മെന്റ്സ് ആയിക്കോട്ടെ, നമ്മൾ കോൺടാക്ട് ചെയ്യും. ചെയ്യേണ്ടത് ഈ പറയുന്ന കോർഡിനേറ്റർ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ മാം. ഓക്കെ, യെസ്. അപ്പോ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാൻ ഇനി പോകുന്നത് ആംബുലൻസ് ചാപ്റ്റർ ആണ് കേട്ടോ. ആംബുലൻസ് ആണ്. ഓക്കെ, ആംബുലൻസ് സർവീസ് ആണ് ഇനി എടുക്കുന്നത്. സോ എന്തെങ്കിലും നോക്കിയിട്ട് വരും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു ഓൾ. See you on next class. Okay. Thank you, ma'am. Thank you, ma'am.